ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തനി നാടൻ വെജിറ്റബിൾ കുറുമ എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ ലോക്കലായി കിട്ടുന്ന എല്ലാ വെജിറ്റബിളും ഉപയോഗിച്ചു. നമ്മൾ വെറും ക്യാരറ്റും പൊട്ടാറ്റയും ബീൻസും മാത്രമല്ല, നമ്മൾ മത്തങ്ങ, ചേന, കുമ്പളങ്ങ തുടങ്ങി എല്ലാ നമ്മുടെ കയ്യിൽ കിട്ടിയ എല്ലാ വെജിറ്റബിളും ഉപയോഗിച്ചിട്ടുള്ള ഒരു നൈസ് എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഞാൻ നല്ല പട്ടാണി കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പട്ടാണി നമ്മൾ ഗ്രീൻ പീസ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഫ്രഷ് കിട്ടുമെങ്കിൽ ഫ്രഷ് ഉപയോഗിക്കാം. അതുപോലെ ചേന നമ്മൾ റൂട്ട് വെജിറ്റബിളും എടുത്തിട്ടുണ്ട്, നല്ല ജ്യൂസി വെജിറ്റബിളും എല്ലാം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്തു. അതിൽ ബീൻസ് ഉണ്ട്, പച്ച, ചുവപ്പ്, മഞ്ഞ, വെള്ള എല്ലാ നിറത്തിലുള്ള പച്ചക്കറികളുണ്ട്. അത് നമ്മുടെ ടേസ്റ്റ് ബാലൻസിങ്ങിന് മത്തങ്ങ പോലുള്ളത് നമുക്ക് ഇടണം. അതുപോലെ കുമ്പളങ്ങയും മത്തങ്ങയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കിടന്ന് വേവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. കുറുമയ്ക്ക് വേണ്ടി നമ്മൾ ഉള്ളി, ഒരു സവോള സ്ലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇഞ്ചി, പച്ചമുളക് എല്ലാം ഓരോ സ്പൂൺ മതി. 2 ചെറിയ തക്കാളി എടുത്ത് റെഡിയാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിളും റെഡി വാഷ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു കുക്കറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുക്കറിൽ നമ്മളിതാ അല്പം ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. അതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിങ്ങനെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, അല്പം വേപ്പില നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത്ര ടേസ്റ്റിയാണ്, ഗുണമുള്ളതാണ്. അതുപോലെ 3 പച്ചമുളകും, നാടൻ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് സോട്ടാവണം കേട്ടോ. ഒരിക്കലും ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, കുറുമയാണ്. അപ്പോൾ നമ്മൾ വേപ്പില എല്ലാം ഇതിനൊപ്പം തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓനിയന് സ്ലൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ വരും. ഒന്ന് കളറ് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മസാല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അല്പം പെരുംജീരക പൊടി, അല്പം ഗരം മസാല, ഇത്തിരി ജീരകപ്പൊടി, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മറ്റുള്ള മസാലകളൊക്കെ 1/2 സ്പൂൺ അത്ര മതി കേട്ടോ. എരിവ് അല്പം കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കാം. അപ്പോൾ അത് ഒന്നിട്ടതേ ഇത്ര ബ്രൗൺ ആയാലും മതി കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല എപ്പോഴും ഇങ്ങനെ എടുത്ത് വയ്ക്കുകയായിരിക്കും നല്ലത്. നമുക്ക് വീണ്ടും ഇടുന്നൊരു സന്ദർഭം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഇടാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏത് ഭാഗത്ത് നമ്മളെപ്പോഴാണ് ഉണ്ട്. നമ്മൾ താളിക്കും കറി, ആ സമയത്ത് നമുക്ക് ഇടാം കേട്ടോ. നമ്മൾ ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയ ഉരുളൻകിഴങ്ങാണ് കേട്ടോ. എപ്പോഴും റൂട്ട് വെജിറ്റബിളൊക്കെ ഇടുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു തിക്ക് കിട്ടും, നല്ലൊരു യമ്മി ടേസ്റ്റ് കിട്ടാനും അത് നല്ലതാണ് കേട്ടോ. റൂട്ട് വെജിറ്റബിളായിട്ട് നമ്മൾ ചേന ഉപയോഗിച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല ജ്യൂസി വെജിറ്റബിൾ ആണ് നമ്മൾ കുമ്പളങ്ങ, മത്തങ്ങ, ചിരങ്ങ നമുക്ക് ഉപയോഗിക്കാം, പടവല ഉപയോഗിക്കാം, ബീൻസ്, കോളിഫ്ലവർ. നമ്മൾ ടേസ്റ്റ് ഒരു ബാലൻസിങ്ങിനും നല്ലൊരു ടേസ്റ്റ് ആവാനും അല്പം ഉടഞ്ഞു പോകുന്ന വെജിറ്റബിൾ, നമ്മളല്പം വെജിറ്റബിൾ കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ചപ്പാത്തി ആയാലും മറ്റേത് ബ്രെഡ് കൂട്ടി ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി നാടൻ വെജിറ്റബിൾ കുറുമ. നമ്മൾ വെജിറ്റബിൾ എല്ലാം ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മൾ അരമുറി തേങ്ങ നന്നായിട്ട് ചെരുകി, അതിൽ ഇത്തിരി പെരിഞ്ചീരകം, 2 നാടൻ പച്ചമുളക് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നു. ഇത് നമ്മൾ കുറുമയ്ക്ക് പിന്നീട് ചേർക്കും. അതിന് ശേഷം നമ്മുടെ ഒരു 4 വിസിൽ ഏകദേശം കേട്ടു. നമ്മുടെ കുറുമയ്ക്കുള്ള വെജിറ്റബിൾ റെഡിയായി. നമ്മളൊന്ന് താളിക്കണം ഒന്നുകൂടി നമ്മുടെ തേങ്ങ ചേർക്കും വേണം. അതിന് വേണ്ടി ചെറുള്ളി ചെറുതായിട്ട് നമ്മൾ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേപ്പില എടുക്കാം. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും ബ്രൗൺ ആവാം. നമ്മളൊരു താളിപ്പ് എന്നുള്ളതല്ല, ഈ ചെറുള്ളിയുടെ സ്മെല്ലും വെളിച്ചെണ്ണയൊക്കെ സ്മെല്ല് ചേർക്കും. നമ്മുടെ കുറുമ അസാധ്യ ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്, തീർച്ചയായും നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായി. ഒരിക്കലും ഒനിയൻ ബ്രൗൺ കൂടരുത് കേട്ടോ. നമ്മൾ വെന്ത മസാല അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ കുറുമയുടെ മിക്സർ നമ്മൾ താളിക്കാൻ വെച്ചാണ് ചെറുള്ളിയിൽ ചേർത്ത് കേട്ടോ. നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ട്, അത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് തേങ്ങ. അപ്പോൾ വെജിറ്റബിൾ കുറുമ എപ്പോഴും ഒരു തിക്കാണ് കേട്ടോ.
ഒത്തിരി ലൂസാവരുത്. കാരണം നമുക്ക് എന്തെങ്കിലും ബ്രെഡൊക്കെ മുക്കി കഴിക്കാനായിട്ട് ഈ കട്ടി വേണം കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറായി അടിപൊളിയായി. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ നമ്മൾ കഴിഞ്ഞു. നല്ല ഒത്തിരി ഗരം മസാലകളോ മറ്റുള്ള മസാലകളോ ഒന്നുമില്ല. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി മസാല വെജിറ്റബിൾ കുറുമ റെഡി. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഹോട്ടലുകളിൽ കിട്ടുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ നാടൻ വെജിറ്റബിൾ ചേർത്ത കുറുമ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി എൻ്റെ അഭിപ്രായം പറയണേ. എൻജോയ് ദ ലൈഫ്. സജീസ് ഫ്ലേവർ ടൈൽ. ബൈ. താങ്ക് യു.